ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്കമിങ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ നാളത്തേക്ക് വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ മെയിൻ ചാനൽ ഒന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ. അതിനകത്ത് നമ്മൾ ടുഡേ എന്നും വരുന്ന ഫുൾ വിശേഷവും പ്രമോ വിശേഷവും നാളെ വരാൻ പോകുന്ന പ്രമോ വിശേഷവും ഇടുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. അപ്പം നമ്മുടെ ശ്രുതിക്കും കൂടെ കിട്ടിയിരിക്കുന്ന ആ 50 ലക്ഷം രൂപ, അത് രവീന്ദ്രന്റെ പൈസയാണ്. ഏതായാലും ആ പൈസ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ എവിടുന്ന മലേഷ്യയിൽ നിന്ന് അയച്ചതാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കള്ളത്തരത്തിന് വിരാമം കുറിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ആ പൈസ വേറെ ആരുടെയും പൈസയല്ല, രവീന്ദ്രന്റെ പൈസ തന്നെയാണ്. നമ്മുടെ നീലിമ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പൈസ നീലിമ തന്നെ നമ്മുടെ ശ്രുതിയെയും ഏൽപ്പിച്ചതാണ് എന്നുള്ള സത്യമാണ് തിരിച്ചറിയാൻ പോകുന്നത്. അത് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലുമല്ല കേട്ടോ. നമ്മുടെ നീലിമയെ നമ്മുടെ സച്ചി ഒരു ദിവസം കണ്ടുമുട്ടാണ്. അങ്ങനെ നീലിമയെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നീലിമയും സച്ചിയും തമ്മിൽ അറിയാമല്ലോ. കാരണം വേറൊരു രീതിയിലും അല്ല നീലിമയും സച്ചിയും തമ്മിലുള്ള പരിചയം. അവര് രണ്ടുപേരും ഉള്ള പരിചയം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കയറിയുള്ള പരിചയമാണ്. നമ്മുടെ നീലിമയ്ക്ക് വേണ്ടി കുറെ സഹായങ്ങളൊക്കെ സച്ചി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സഹായം ചെയ്ത് കൊടുത്തപ്പോഴാണല്ലോ നമ്മുടെ നീലിമനെ ശ്രുതി പിടിച്ചത്. നമ്മുടെ സച്ചി പറഞ്ഞ ബ്യൂട്ടി പാർലറിലേക്ക് നീലിമ പോവുകയും അന്ന് അവിടെ വെച്ച് ആ ഒരു വലിയ സംഭവം ഉണ്ടായി. നമ്മുടെ ശ്രുതി പിടിച്ചിട്ട് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആ കേസൊക്കെ നിങ്ങൾ കഴിഞ്ഞായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയോട് ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കണ്ടപ്പോഴത്തേക്കും സുഖവിശേഷം വിവരം ഒക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അന്ന് എന്തിനാണ് മേഡം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മേഡത്തിനെ കണ്ടതും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പിട്ടൊക്കെ മേടിച്ചല്ലോ, അതപ്പോൾ അത് എന്തായിരുന്നു കേസ് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഒരു കേസിന്റെ കാര്യം തുറന്നു പറയുകയും അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി തിങ്ക് ചെയ്യാണ്, അപ്പം ആ നീലിമ ഈ മേഡമാണെന്ന്. ഏതായാലും ആ പൈസ നമ്മുടെ ശ്രുതിക്കും കൊടുക്കുകയും അങ്ങനെ ഇടപാടുകളൊക്കെ തീർത്ത് പലിശ സഹിതം 3 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു എന്ന് സച്ചിയോട് പറഞ്ഞു. ഏതായാലും സച്ചിക്ക് മനസ്സിലായി തന്റെ ചേട്ടനെ വെട്ടിച്ച് മുങ്ങിയ പുള്ളിക്കാരി നീലിമയാണെന്നും നീലിമ പൈസ തിരിച്ചു കൊടുത്തു എന്നും ആ 50 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയത് എന്നും കാറ് മേടിച്ചത് എന്നും ഒക്കെ സച്ചിക്ക് മനസ്സിലായി. പക്ഷെ സച്ചി ആരാണെന്ന് നീലിമയോട് പറയാനും നിന്നില്ല. ഏതായാലും സച്ചിക്ക് ഇത്ര പറഞ്ഞാൽ അപ്പം മതിയല്ലോ. ഇനിയിപ്പോ നീലിമയായിട്ടുള്ളൊരു ബന്ധമില്ല. നീലിമയ്ക്ക് എതിരെ ഇനിയിപ്പോ സച്ചിക്ക് വാദിക്കേണ്ട കാര്യമില്ല. നീലിമയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല. തന്റെ അച്ഛന്റെ പൈസ നേരെ ശ്രുതിക്ക് കൊടുത്തു. ഇനിയിപ്പോ എന്തിനാണ് നീലിമയുടെ പുറകെ നടക്കുന്നത്? അപ്പൊ നീലിമയോട് വേറൊരു വ്യക്തതയും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകുകയാണ്. നീലിമയും സച്ചിയും പിരിയുന്നു. നീലിമയുടെ വഴിക്ക് പോകുന്നു. സച്ചി നേരെ വീട്ടിലേക്ക് വരുന്നു. ഹമ്പട ജിഞ്ചും ഞക്കണി കിട്ടിപ്പോയില്ലേ നമ്മുടെ സച്ചിക്ക് പറ്റിയ ഒരു അവസരം. സച്ചി അങ്ങ് വന്നില്ലേ വീട്ടിലേക്ക്. സച്ചി അങ്ങ് വന്നിട്ട് എന്തിയേ കള്ളനും കള്ളി എന്തിയേ എന്നിങ്ങനെ ചോദിച്ചു. ഇതുവരെ വന്നില്ലേ? ഭയങ്കര ബിസിനസ് ഒക്കെ തുടങ്ങി, ഇപ്പൊ എന്ത് പറ്റി? ഇതുവരെ വന്നില്ലേ? കള്ളനും കള്ളീനെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? കള്ളനും കള്ളി എന്നൊക്കെ വിളിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാ സച്ചി, വെറുതെ എന്റെ മക്കളെ കള്ളനും കള്ളിയൊന്നും ആക്കരുതേ എന്ന് പറഞ്ഞപ്പോ, വെറുതെ ആക്കുന്നൊന്നുമല്ല, കള്ളി 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 പേരും കള്ളി പറ്റിയ ഒരു കൂട്ട് തന്നെയാ. പൊന്നാര മോന് കിട്ടിയിരിക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറഞ്ഞിട്ട് നീ ആരെക്കുറിച്ചാ സച്ചി ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രേവതിയും പെട്ടെന്ന്, എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് രേവതിയും ചോദിച്ചു കഴിഞ്ഞപ്പം, ഹെടി മോളെ രേവതി, ഉണ്ടടി ഉണ്ട്. ഇന്ന് ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ഭൂകമ്പം നടക്കാൻ പോവാണ്, ഭൂകമ്പം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല നീ എന്താ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉടലെടുത്ത് വന്നതാണ്, ഇവിടെ ഭൂകമ്പം നടക്കുവോ, മഴ നടക്കുവോ, കാറ്റ് നടക്കുവോ എന്നൊക്കെ നീയാണോ ഇപ്പം പറയാൻ പോകുന്നത്? നീ എന്നാ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നോ നിന്റെ ജോലി? അല്ലെങ്കിലും നീ അങ്ങനെയാണല്ലോ, പോകുന്നതെല്ലാം ചാടി കയറി പിടിക്കും, ലാസ്റ്റ് നിന്റെ തലയിൽ തന്നെ വീഴുകയും ചെയ്യും. എന്തിനാ സച്ചി വെറുതെ നീ എന്താ ഈ കിടന്ന് പറയുന്നതെന്ന് ചന്ദ്ര വീണ്ടും ചോദിച്ചപ്പം, അതെ പോകുന്നതൊക്കെ ഞാനല്ല കയറി പിടിക്കുന്നത്, വഴി കൂടെ പോകുന്ന വയ്യാവേലിയൊക്കെ കയറി പിടിക്കുന്നതേ അമ്മയുടെ പൊന്നാരമോൻ ശ്രുതിയാണ്. അങ്ങനെയാണല്ലോ ഒരു ഓട്ടക്കാരിയുടെ കൂടെ പോയതും 50 ലക്ഷം രൂപ കൊണ്ടുപോയതും. മറന്നോ എന്റെ പൊന്നാരയമ്മ, അത് മറന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അതിന് പകരമായിട്ട് അവനിപ്പം ഒരു 50 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ഇടുകയും
ഇനിയിപ്പോ അതിൽ നിന്ന് ലാഭമൊക്കെ കിട്ടുമ്പം അതേതായാലും അവൻ തന്നോളൂ എന്ന് പറഞ്ഞപ്പം എവിടെന്ന് എങ്ങനെ അതിന് പകരം 50 ലക്ഷം രൂപ, അതിന് പകരം 50 ലക്ഷം രൂപ, അത് ശരിയാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുധിയും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും വർഷയും ഒക്കെ ഇറങ്ങി വന്നു. അപ്പൊ സുധി ചോദിച്ചു, എന്താ ഇവിടെ ഒരു ബഹളം, എന്താടാ സച്ചി, ഇപ്പൊ വലിയ ആളാണല്ലോ, ബിസിനസ്മാനാണല്ലോ, അപ്പൊ അതിന്റെ ഒരു പവറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സച്ചി പറഞ്ഞു, അതെ അടങ്ങടാ, നിലത്ത് നിൽക്കുക, അല്ല നിന്റെ പൊണ്ടാട്ടി എന്തിയെ, അല്ല പൊണ്ടാട്ടിയോട് ഇച്ചിരി നീങ്ങി നിൽക്കാൻ പറഞ്ഞ്, എന്റെ പൗഡർ കടത്തി, അല്ല പൗഡർ എടുത്തി ആളാരാ, മോള്. ഏതായാലും കക്കാൻ പഠിച്ചാ നിൽക്കാനും പഠിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ കയറി വന്ന, എന്റെ ഈശ്വര, എന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞോ എന്നാ. ഏത് കള്ളത്തരം? ഒരു കൊച്ചുണ്ട്, മുമ്പ് കല്യാണം കഴിച്ചു, അപ്പൊ അങ്ങനെ വല്ലതൊക്കെ പൊളിഞ്ഞോ എന്നൊരു ചെറിയ സംശയം തോന്നിയിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പരിഭ്രമത്തോടു കൂടി നിന്നപ്പോഴത്തേക്കും, അതെ, നിങ്ങൾ എങ്ങനെയാ ബിസിനസ് തുടങ്ങിയത്, എവിടെന്നാ നിങ്ങൾക്ക് പൈസ കിട്ടിയത്? നിങ്ങൾ ബിസിനസ് തുടങ്ങി, പൈസ കിട്ടി, ജയിലിൽ നിന്ന് അച്ഛൻ 50 ലക്ഷം രൂപ അയച്ചു തന്നു, എന്തൊക്കെയായിരുന്നു. ഈ 50 ലക്ഷം എവിടെ നട നിനക്ക് കിട്ടിയതാ? ആരുടെ കൈ നട നീ പിടിച്ചു പറിച്ചതാ? ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, നിർത്ത് സച്ചി, നിർത്തുന്നുണ്ടോ? അവര് നല്ല രീതിയിൽ ബിസിനസ്സും തുടങ്ങി, അവരിപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അസൂയയും കുശുമ്പും കൊണ്ട് വന്നിരിക്കുന്നു അവന്. എടാ, ഇവൻ നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങിയത് കണ്ടപ്പോ നിനക്ക് അസൂയല്ലേടാ? അസൂയ അടുത്ത കാര്യവും കാരണം കൊണ്ട് വന്നിരിക്കുന്നു. വിട്ടുപൊക്കോ രേവതി, നിന്നെ കെട്ടിയോനെ വിളിച്ചോണ്ടെന്ന്. അപ്പൊ രേവതി പറഞ്ഞു, എന്തിനാ അമ്മ എന്റെ മെക്കിട്ട് കയറുന്നത്? അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയണം, എന്നോട് പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അതാണ് രേവതി, അത്. ഏതായാലും ഞാൻ ഇനി ഇപ്പം വളച്ച് നീട്ടി കുറുക്കി ദേ ഇങ്ങനെ തൊടാനുള്ളത് ഇങ്ങനെ വളഞ്ഞു തൊടുന്നില്ല. ഞാൻ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാലേ, ആ അച്ഛൻ ഇങ്ങോട്ട് വാ, അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, അച്ഛനും കൂടി ഇത് വ്യക്തമായിട്ട് കേൾക്കണം. പറയാൻ പോകുന്നത് സൂക്ഷിച്ചു കേട്ടോണേ, ഓരോ സെന്റൻസിനും മൂല്യമുള്ളതാണേ. അതെ, ഇവിടുന്ന് നമ്മുടെ സുധി കല്യാണത്തിന്റെ അന്ന് 50 ലക്ഷം എടുത്തോണ്ട് ഒരുത്തിയുടെ കൂടെ ഓടാൻ തുടങ്ങിയല്ലോ, ആ 50 ലക്ഷം വെള്ളത്തിൽ പോയില്ലോ. ആ 50 ലക്ഷം തിരിച്ചു തരൂന്ന് ആരുടെ തലയിൽ തൊട്ടാണ് സത്യം ചെയ്തത്? എൻ്റെ അമ്മയുടെ തലയിൽ തൊട്ടാണല്ലോ സത്യം ചെയ്തത്. എന്നിട്ട് ആ 50 ലക്ഷം രൂപ കിട്ടിയില്ലല്ലോ, അതിന് പകരം ഒരു 50 ലക്ഷം രൂപ കിട്ടി. ഇപ്പൊ ഞാനത് അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പം ഇവിടെ എന്തൊക്കെയായിരുന്നു. ഒരു സത്യം പറയട്ടെ, ആ 50 ലക്ഷം പകരം കിട്ടിയതൊന്നും അല്ല, ആ 50 ലക്ഷം എൻ്റെ അച്ഛൻ്റെ ആ പഴയ 50 ലക്ഷം തന്നെയാ. അതായത് ഈ വൃത്തികെട്ടവന്റെ മറ്റേ കാമുകി, മറ്റവള് അവൾ എടുത്തുകൊണ്ട് പോയ പൈസ, അത് തന്ത്രപൂർവ്വം ഈ നിൽക്കുന്ന പെരുങ്കള്ളി എൻ്റെ ശ്രുതി അടത്തി, എൻ്റെ പൗഡർ അടത്തി, അത് മേടിച്ചെടുത്ത് സുധിക്ക് കൊടുത്തു. എന്നിട്ടോ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്ത 50 ലക്ഷമാണെന്നും പറഞ്ഞ് അത് ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്നു, കാറ് മേടിക്കുന്നു, പിന്നൊന്നും ഞാൻ പറയുന്നില്ല. എടി പെരുങ്കള്ളി, എടാ നിനക്കെങ്കിലും ഒരു വിചാരം വേണമായിരുന്നടാ, നമ്മുടെ അച്ഛൻ ചോര നീരാക്കിയ പൈസ അല്ലേടാ അത്. എന്നിട്ട് ഇവള് പറയുന്നത് കേട്ടിട്ട് നീ ഇവളുടെ അച്ഛൻ കൊണ്ടു തന്ന പൈസയാന്നും പറഞ്ഞ് സ്വന്തം ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് എന്താടാ നിന്റെ നാക്കിറങ്ങി പോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, എന്താ സച്ചി വിളിച്ചു പറയുന്നത്? അത് വേറെ ആരുടെയും പൈസയൊന്നും അല്ല, അതെന്റെ അച്ഛൻ എനിക്ക് തന്ന പൈസയാ. മിണ്ടിപ്പോകരുത്, എല്ലാം ഞാൻ കേൾപ്പിക്കാം, എല്ലാം കേട്ടോ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു വെച്ചത് സാഗീതം. നീലിമ പറയുന്ന ഫുള്ള് നമ്മുടെ സച്ചി അത് കേൾപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, നമ്മുടെ ജിഞ്ചിഞ്ഞാക്കണീന്ന് വീണ്ടും നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ശ്രുതി മിണങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ശ്രുതിയാണെങ്കിൽ അയ്യോ പോയേന്നും പറഞ്ഞ് നിൽക്കുന്നു, ചന്ദ്രയാണെങ്കിൽ അപ്പൊ എൻ്റെ കെട്ടിയോന്റെ 50 ലക്ഷം രൂപയായിരുന്നല്ലേ അത്. എടാ ശ്രുതി, എടാ നീ എന്തിനാടാ ഈ ചതി ഞങ്ങളോട് ചെയ്തത്? എടാ എന്തായിരുന്നടാ, നിനക്ക് സത്യം പറയത്തില്ലായിരുന്നോടാ? ശ്രുതി, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ലടി. എടി, അപ്പൊ നിന്റെ അച്ഛൻ അയച്ചു തന്ന പൈസയല്ലല്ലേ ആ 50 ലക്ഷം രൂപ? ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. പിന്നെ അങ്ങോട്ട് പൂര പാട്ടാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയുടെ വക ശ്രുതിക്ക് വയറ് നിറയെ കിട്ടുന്നതും പോരാഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് പിന്നെ ചന്ദ്ര കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല, നീ എൻ്റെ മരുമകളുമല്ല ആരുമല്ല എന്ന് പറഞ്ഞ് ശ്രുതിനെയും തമ്മിൽ പിരിക്കാനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചിൻ രേവതിയും തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കും. എത്ര നാളെന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മയും മരുമകളും വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് രേവതിയും സച്ചിയും ചേർന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള അടി തീർക്കുന്നത്.
ഏതായാലും ഒരു 2-3 ആഴ്ച എപ്പിസോഡിൽ ഇവർ ഭയങ്കര അടിയായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ശ്രുതിനെ കൊണ്ട് ആ വീട്ടിലെ ജോലിയെല്ലാം ചന്ദ്ര ചെയ്യിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ശ്രുതിനെ കൊല്ലാക്കൊല ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷമൊക്കെ വരാനിരിക്കുന്നുള്ളൂ കേട്ടോ. ഈ എപ്പിസോഡ് വരാനിരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ എപ്പിസോഡ് തന്നെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 2, 3, 4 ദിവസം ഓടേണ്ട എപ്പിസോഡാണ് കേട്ടോ. അത് ഞാനൊരു 10 മിനിറ്റ് 12 മിനിറ്റിനുള്ളിൽ ഒതുക്കി പറഞ്ഞതാണ്. ഇതൊരു 3-4-5 എപ്പിസോഡൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഏതായാലും ഇനിയാണ് നമ്മുടെ ചന്ദ്രയുടെ തനി സ്വഭാവം ശ്രുതി മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പം കള്ളത്തരങ്ങളൊക്കെ എത്ര മൂടി വെച്ചാലും അതൊന്നും സേഫ് ആയിട്ട് ഇരിക്കില്ല. സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ശ്രുതി എങ്കിലും അറിഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ എല്ലാം നഷ്ടപ്പെടും. ഭർത്താവിനെയും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് ചന്ദ്രോദയം വിട്ട് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടിപടിയായി ഓരോ ഘട്ടങ്ങളായിട്ട് ശ്രുതിയെ പറഞ്ഞെല്ലാം വിശ്വസിപ്പിക്കുക, ശ്രുതിയെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിക്കുക, അല്ലെങ്കിൽ കൈവിട്ട് പോകും. മാത്രമല്ല ചന്ദ്ര പറഞ്ഞാൽ ശ്രുതി ഒരിക്കലും പിന്നെ ശ്രുതിയുമായിട്ട് ഒന്നിച്ചു പോവില്ല. വേണ്ട എന്ന് ചന്ദ്ര പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി വേണ്ട എന്ന് വെക്കും ശ്രുതിനെ എന്ന ഇതുവരെ നമ്മളെ ശ്രുതി മനസ്സിലാക്കി. കാരണം ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് ഇനി ആ പെണ്ണിനെ വേണ്ട, നീ ശ്രുതിനെ ഉപേക്ഷിക്കുക, അവളെ ഡിവോഴ്സ് ചെയ്യാന്ന്. അത് അതേപടി നമ്മുടെ ശ്രുതി എന്താ പറയുക, കിഴങ്ങൻ എന്നല്ലാതെ എന്താ പറയുക, കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ശ്രുതിനെ അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ശ്രുതിനെ ഇനി കൂടുതൽ അമ്മയായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊന്നും വില പോവില്ല. അതുകൊണ്ട് പതിയെ പതിയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം ശ്രുതിനെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ബാക്കി വിശേഷം ഞാൻ പിന്നെ പറഞ്ഞാൽ പോരെ. അപ്പൊ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പിട്ടാണ് ഞാൻ വിശേഷം പറയാൻ വരുന്നത്, അപ്കമിങ് വിശേഷം പറയാൻ വരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നെക്സ്റ്റ് വീക്ക് പ്രമോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാനല്ല ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലീനയുടെ കഥയും ഇതിൽ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്, അത് ഞാനല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ വിശേഷങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാനല്ലെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും നമ്മുടെ ചാനലാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.